കേരള പോലീസിന്റെ ഗർജിക്കുന്ന സിംഹമായ മഞ്ജു മേഡത്തിന് ഇത്ര ഉന്നേ ഉള്ളൂ? എങ്ങാനും തോക്കെടുത്ത് വെടിവെക്കേണ്ട അവസ്ഥ വന്ന കഷ്ടാവുമല്ലോ. കളിയാക്കൊന്നും വേണ്ട. തോക്ക് വെച്ച് വെടിവെക്കുന്ന പോലെ അല്ല, കല്ലെടുത്ത് മാവേലെറിയുന്നത്. അതെ അതെ അതെ, ഈ തോക്കെടുത്ത് വെടിവെക്കാൻ ആർക്കും പറ്റും. എന്നാ കല്ല് വെച്ച് മാങ്ങ വീഴ്ത്താനേ നല്ല ആരോഗ്യവും വേണം, കഴിവും വേണം. എന്നാലേ ആ കഴിവൊന്ന് കാണട്ടെ. കണ്ട് പഠിച്ചോട്ടാ. നോക്കിയോ, റെഡി? ഇപ്പോ ഞാൻ പറഞ്ഞ എന്താന്ന് നിനക്ക് മനസ്സിലായോ? അതെന്തേലും ആവട്ടെ. ഒരു നന്ദിയൊക്കെ പറയാമായിരുന്നു. എന്നെ ഇങ്ങനെ പച്ചമാങ്ങാൻ തിന്നാൻ തോന്നുന്ന അവസ്ഥയിലാക്കിയത് ഗിരിയേട്ടൻ തന്നെയല്ലേ? അപ്പോ നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓ, അത് കറക്റ്റാ. ഒരു കഷ്ണം എനിക്കെന്താ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം. സ്വന്തം തന്തേ കൊല്ലാൻ കൂട്ടുനിന്നവന്റെ കൂടെയാ ഇവള് കൊഞ്ചിക്കൊഴിഞ്ഞു നിൽക്കുന്നത്. നാണമില്ലേ ഇവക്ക്? എങ്ങനെയെങ്കിലും ഇവര് രണ്ടുപേരെ ഒന്ന് പിരിക്കാന്ന് വെച്ചാ സമ്മതിക്കില്ല. പ്രീതി, പോയി അടുക്കള കുറച്ച് മുളക് പൊടി ഉപ്പും കൊണ്ടുപോവാ. ഇവിടെ ആവശ്യത്തിന് മാങ്ങയുണ്ട്. കൊണ്ടുവരാം. ഉപ്പും മുളക് പൊടിയും ഇല്ലാതെ മാങ്ങ കഴിക്കാൻ ഒരു സുഖമില്ല. കുറെ നാളുകൾക്ക് ശേഷം നിന്നെ ഇങ്ങനെ ചിരിച്ചു കാണുന്നത്. ഗിരിയേട്ടനെതിരെ പീതാവിന്റെ സാക്ഷി മൊഴി വെച്ച് കേസെടുത്ത് അയാളെ ജയിലിലടക്കി. എന്നിട്ട് അയാളിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങും. സ്വന്തം അച്ഛനെ കൊന്ന അയാളുടെ കൂടെ കിടക്കാൻ ചേച്ചിക്ക് അറപ്പ് തോന്നുന്നില്ലേ? അയ്യോ, ഞാൻ പറഞ്ഞത് അബദ്ധമായോ? ഒറ്റയടിക്ക് നിന്റെ ചിരി മാഞ്ഞു പോയല്ലോ. മഹിമ പറഞ്ഞത് ഞാൻ അറിയാതെ ഓർത്തുപോയി. ഗിരിയേട്ടന്റെ കൂടെ ഞാൻ സന്തോഷമായി ചെലവഴിക്കുന്ന ഓരോ നിമിഷവും അച്ഛനെ ഞാൻ ചതിക്കുകയാണെന്ന്. ഗിരിയേട്ടന്റെ കൂടെ മനസ്സ് തുറന്നു ചിരിക്കുമ്പോ പോലും എനിക്ക് കുറ്റബോധം തോന്നുന്നു. നിന്നെ ഞാനൊന്ന് ചിരിപ്പിക്കാൻ പോലും പാടില്ലേ? നമുക്കൊരിക്കലും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ലേ? അങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്റെ അച്ഛന് നീതി ലഭിക്കണം. ഒരു മകൾ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റിയെന്ന് എനിക്ക് തോന്നണം. അതുവരെ എനിക്ക് ഗിരിയേട്ടനോട് ക്ഷമിക്കാൻ കഴിയില്ല. എന്താ ഗിരിയേട്ട പ്രശ്നം? എന്തിനാ മഞ്ജു കരഞ്ഞോണ്ട് പോയെ? ഞാൻ അവളുടെ അച്ഛനെ കൊല്ലാൻ കൂട്ടുന്ന ആളല്ലേ. എന്റെ കൂടെ ഒന്ന് ചിരിക്കുക പോലും ചെയ്ത അത് മാധവൻ സാറിനോട് ചെയ്യുന്ന ചതിയാണെന്ന് അവള് വിശ്വസിക്കുന്നത്. സമാധാനം. അവളെ എങ്ങനെ വഴിയിന്ന് മാറ്റുമെന്ന് ചിന്തിക്കുമ്പോ അവളായിട്ട് തന്നെ കാണിച്ചു തന്നു. മനുഷ്യൻ അവന്റെ ഭൂതകാലത്തിൽ നിന്നും എത്ര ഒളിച്ചോടാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. എപ്പോഴെങ്കിലും അത് അവന്റെ മുന്നിൽ വന്നു നിന്ന് കണക്ക് ചോദിക്കും. ഗിരിയേട്ടൻ ഇങ്ങനെ തളരരുത്. ഇതെല്ലാം ദൈവം തരുന്ന പരീക്ഷണങ്ങളായി കണ്ടാ മതി. ഇങ്ങനെയുള്ള തോൽവികൾ മനസ്സിൽ വെക്കാതെ ഗിരിയേട്ടൻ മുന്നോട്ട് നീങ്ങണം. ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും കരുതരുത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഗിരിയേട്ടന്റെ കൂടെ ഉണ്ടാവും. ശാലിനി നിന്നെ വിളിച്ചിരുന്നു? ഡോക്ടറെ കാണാൻ കയറിയതിന് ശേഷം വിളിച്ചിരുന്നു. ഡോക്ടറെ കണ്ടതും അവളുടെ ധൈര്യമെല്ലാം ചോർന്നു പോയിന്ന് പറഞ്ഞു.
ഓരോ കാരണം പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് പോകാൻ ശ്രമിച്ചു. ശാലിനി അവളെ നിർബന്ധിച്ച് അവിടെ തന്നെ ഇരുത്തി. അപ്പോ അവള് നാടകം കളിക്കായിരുന്നു ഏകദേശം ഉറപ്പിക്കാം അല്ലേ? പിന്നെ അല്ലാതെ. എന്നാൽ ഒരു കല്യാണം നടക്കാൻ വേണ്ടി ഇല്ലാത്ത ഗർഭമുണ്ടെന്നൊക്കെ പറയാന്ന് വെച്ചാ? അവള് നല്ല വിളഞ്ഞ വിത്ത. സഞ്ജുവിനെ കുഞ്ഞിന്റെ സെന്റിമെന്റ്സ് പറഞ്ഞ് അവള് ചാക്കിലാക്കി. അവള് ഗർഭിണിയാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാ ഗിരിയും കുടുംബവും എന്നെ എതിർത്ത് ഈ കല്യാണം നടത്തിയത്. എന്തിനേറെ പറയുന്നു, ഞാൻ പോലും എന്റെ പേരക്കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചിട്ടാ അവര് രണ്ടുപേരെയും ഇങ്ങോട്ട് വിളിക്കാൻ തീരുമാനിച്ചത്. ചേട്ടൻ വിഷമിക്കണ്ട, ഇന്നത്തോടെ അവളുടെ നാടകം എല്ലാം പൊളിയും. അവര് വന്നല്ലോ. എന്തായി മോളെ, റിസൾട്ട് കിട്ടിയോ? കിട്ടിയച്ച. ശാലിനി പറയുന്നില്ലേ, നിനക്കായിരുന്നില്ലേ എന്നെ ടെസ്റ്റിന് കൊണ്ടുപോകാൻ ആവേശം. പറഞ്ഞോളൂ. ആ പറ മോളെ. എല്ലാ ടെസ്റ്റ് റിസൾട്ടുകളും നോർമലാ. എന്ന് വെച്ചാ ഇവള് പ്രഗ്നന്റ്. എന്നെ നിങ്ങളെല്ലാരും ഒരു തട്ടിപ്പുകാരിയായിട്ടാണല്ലേ കണ്ടിരുന്നത്? നിങ്ങൾ എന്താ വിചാരിച്ചേ? വെറും ഒരു കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ ഇത്രയും വലിയൊരു നുണ പറയുന്നോ? ഞാൻ അത്രയും നാണം കെട്ടവളാണെന്നല്ലേ നിങ്ങൾ എല്ലാരും കരുതിയത്? അയ്യോ മോളെ, നീ എന്നെ ഇവരുടെ ഗണത്തിൽ കൂട്ടരുത്. നീ പ്രഗ്നന്റ് അല്ലാന്നൊരു സംശയം ഇവര് രണ്ടുപേരും പറഞ്ഞപ്പോ അതൊന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അത് കുഞ്ഞിനോടുള്ള കരുതലും കൊണ്ടുകൂടിയാ. എന്നെയും സഞ്ജുവേട്ടനെയും ഇപ്പോഴും ഈ കുടുംബത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആരും കാണാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ സംശയിക്കുന്നത്? അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയരുത് മോളെ. ഇതൊക്കെ ഇവളുടെ നമ്പർ അച്ഛാ, നമ്മളെ തമ്മിൽ അടിപ്പിക്കാൻ. നിനക്ക് സഞ്ജുവിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നല്ല ചെയ്യേണ്ടത്. നിനക്ക് നന്നാവണമെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് ഈ കുടുംബത്തെ തകർത്തോണ്ടാവരുത്. ഇത് നിനക്കുള്ള സൂചനയായിട്ട് കണ്ടോ? ഇനി മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ എൻ്റെ അടുത്ത് വന്ന പെട്ടിയും കിടക്കേക്ക് എടുപ്പിച്ച് നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടാക്കും ഞാൻ. മോളെ, അച്ഛനൊരു അബദ്ധം പറ്റി. മോളിത് സഞ്ജുവിനോട് പറയരുത്. അവനതറിഞ്ഞ ഒരുപാട് വിഷമിക്കും. ഞങ്ങൾ തമ്മിൽ ആവശ്യത്തിലധികം പ്രശ്നമുണ്ട്. ഇനി ഇതും കൂടെ ആയാ പിന്നെ പറയണ്ടല്ലോ. ഇത് എന്റെയും കുടുംബമല്ലേ അച്ഛാ? ഇത് തകരാൻ ഞാൻ സമ്മതിക്കോ? ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയണമെന്ന എന്റെ ആഗ്രഹം. ആശുപത്രിയിൽ സംഭവിച്ചതൊന്നും ഞാൻ സഞ്ജുവിനോട് പറയില്ല. താങ്ക് യു മോളെ. എന്താ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നേ? ഒന്നുമില്ല മോനെ. ബേബി, നീ ചെക്കപ്പിന് പോയോ? പോയി. എന്നിട്ട് എല്ലാം നോർമലാ. സന്തോഷായി. ഇത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ ഡാഡി? വേണം. നമുക്കിന്ന് ഡിന്നർ പുറത്തുനിന്നാക്കിയാലോ? ഓക്കെ ബേബി, വാ.